അനർത്ഥങ്ങളും അപകടങ്ങളും ഉണ്ടാകുന്നത് ദൈവശാപമല്ലത്. അങ്ങനെ പഠിപ്പിക്കുന്ന ആളുകളുണ്ട് കേട്ടോ. കൈഡ്സ് ഓഫ് ഗോഡ്. നോ, ഇറ്റ്സ് നോട്ട് കൈഡ്സ് ഓഫ് ഗോഡ്, ഇറ്റ്സ് എ ബ്ലെസ്സിങ്. എൻ്റെ സ്വന്തം ജീവിതം കൊണ്ട് ഞാൻ പറയാം, പ്രൈസ്, സഹനം അനുഗ്രഹമാണ് മക്കളെ. പ്രൈസ്, സഹനം അനുഗ്രഹമാണ് മക്കളെ. പലപ്പോഴും നമുക്ക് പറ്റുന്ന പ്രശ്നം, സഹനമുണ്ടാകുമ്പോൾ നമുക്കൊരു അപകടമുണ്ട്. ആ അപകടം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ചെയ്യുന്ന അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 7-ാം അധ്യായം മുഴുവനും ഉണ്ട്. അതിൻ്റെ 54 മുതൽ 60 വരെയുള്ള വചനം സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയായ സ്തെഫാനോസിനെ കുറിച്ചാണ്. സ്തെഫാനോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് വചനം കൊടുത്തങ്ങ് കഴിഞ്ഞപ്പോൾ ഇത് യഹൂദരോട് നേരെ നിന്ന് ധൈര്യപൂർവ്വം ദൈവവചനം കൊടുക്കുകയാണ്. ഈശോയിലൂടെ ഈശോയാണ് രക്ഷകൻ, ഈശോയാണ് കർത്താവ്, ഈശോയാണ് ദൈവം. ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അവരെല്ലാം കൂടെ ഇളകി മറിഞ്ഞ് ഈ ചെറുപ്പക്കാരനായ സ്തെഫാനോസിന്റെ അടുത്തേക്ക് വരികയാണ്. അവരിത് കേട്ടപ്പോൾ അവന്റെ നേരെ കോപാക്രാന്തരായി പല്ല് കടിച്ച് എന്നാൽ അവൻ പരിശുദ്ധാത്മാവനാൽ നിറഞ്ഞ സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു. സർവ്വത്തിൽ പറഞ്ഞു ഹല്ലേലൂയ. സഹനങ്ങൾ വരുമ്പോൾ പലപ്പോഴും നമ്മൾ ഒരുപാട് നമ്മുടെ നേരെ കോപിക്കുമ്പോൾ തിരിച്ചു കോപിക്കുകയാണ് ഞാനും നിങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങോട്ട് പല്ലടിക്കുമ്പോൾ അങ്ങോട്ട് പല്ലടിച്ച് കാണിക്കുകയാണ്. പക്ഷേ സ്തെഫാനോസ് പറയുന്നത്, സ്തെഫാനോസ് അങ്ങനെയല്ല, അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് സ്വർഗത്തിലേക്ക് നോക്കുക. നമുക്ക് ചുറ്റും സഹനങ്ങൾ വരുമ്പോൾ, ശത്രുക്കൾ വരുമ്പോൾ നീ സ്വർഗത്തിലേക്ക് നോക്കണം, ദൈവത്തിലേക്ക് നോക്കണം, ബലിപീഠത്തിലേക്ക് നോക്കണം. നിന്റെ മക്കൾ നിനക്കെതിരാകും, നിന്റെ ഭാര്യ നിനക്കെതിരാകുമ്പോൾ, ഭർത്താവ് നിനക്കെതിരാകുമ്പോൾ, പ്രിയപ്പെട്ട ഒരുപാട് നീ സ്നേഹിച്ച് വളർത്തി വരുന്നതിനെ ചതിക്കുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ, ഒത്തിരി ആത്മാർത്ഥത കാണിച്ചിടത്തും തന്നെയാണ് ഒത്തിരി കണ്ണുനീര് നമ്മൾ അനുഭവിച്ചിട്ടുള്ളത്. അങ്ങനെ അനുഭവം ഉണ്ടാകുമ്പോൾ നീ നേരെ സ്വർഗത്തിലേക്ക് നോക്കാൻ പഠിക്കണം. സ്വർഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. സ്വർഗത്തിലേക്ക് ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. അത് ശത്രുക്കളെയല്ല അവൻ കാണുന്നത്, ശത്രുക്കളുടെ നടുവിൽ ക്രിസ്തുവിനെ അവൻ കാണുകയാണ്. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഒരുപക്ഷെ ആ സമയത്ത് അവന്റെ മനസ്സിൽ വന്നത് കൽത്തൂണി കെട്ടപ്പെട്ട് ചമ്മട്ടി അടിയേറ്റ കർത്താവിനെയാണ് അവൻ കണ്ടത്. നിനക്ക് അടികളുണ്ടാകുമ്പോൾ, പീഡനങ്ങളുണ്ടാകുമ്പോൾ, തകർച്ച വരുമ്പോൾ നീ കാണേണ്ടത് കൽത്തൂണി കെട്ടപ്പെട്ട് ചമ്മട്ടി അടിയേറ്റ് നിൽക്കുന്ന നിന്റെ നാഥനും നിന്റെ കർത്താവുമായ യേശുവിനെ നീ കാണണം. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരൊക്കെ അത് കാണാൻ പറ്റും. പരിശുദ്ധാത്മാവ് നിറയാത്തവർ അത് കാണുകയില്ല, വേറെ പലതുവേ കാണുള്ളൂ. പരിശുദ്ധാത്മാവ് നിറഞ്ഞവര് അത് കാണുകേ. സഹനം വരുമ്പോൾ അവർ കാണുന്നത് കർത്താവ് കുരിശിൽ 3 ആണുകൾ തൂങ്ങിക്കിടന്നുകൊണ്ട് ക്ഷമിക്കുന്നത്. പിതാവേ, ഇവർ ചെയ്യുന്നവർ അറിയുന്നില്ല, ക്ഷമിക്കണമേ എന്ന് ആണ്. അരൂപി നിറയട്ടെ, അരൂപി നിറഞ്ഞ മക്കളായിട്ട് മാറട്ടെ. സ്വരമോടത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അവൻ വിളിച്ചു പറഞ്ഞു, സ്വർഗം തുറന്നിരിക്കുന്നു, മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതായി ഞാൻ കാണുന്നു. ഇത് കാണണം, പരിശുദ്ധാത്മാവ് നിറയുന്നവർക്ക് ഇത് കാണണം. അതാണ് സഹനം വരുമ്പോൾ ക്രിസ്തുവിനെ കാണുന്നവൻ ഭാഗ്യവാൻ. ആണ് അഭിഷേകം കിട്ടിയവർക്ക് ചുറ്റുപാട്. ഇപ്പൊ ഈ നാൾ സഭയ്ക്ക് സഹനം വരുന്നുണ്ടല്ലേ. സഭ പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്നു, പല വിധത്തിൽ അകത്തുനിന്നും പുറത്തുനിന്നും എല്ലായിടത്തും പീഡനം ഉണ്ടാകുമ്പോൾ ഈ സമയത്ത് നമ്മൾ കാണേണ്ടത് പലതും നമ്മൾ കാണേണ്ടത് ക്രിസ്തുവിനെയാ, പീഡനമേറ്റ് നിൽക്കുന്ന ക്രിസ്തുവിനെ. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. 6-7 മാസം മുമ്പ് സഭയ്ക്ക് ഒരുപാട് പീഡനങ്ങളും ദുഷ്പേരുകളും അപമാനങ്ങളും ഉണ്ടായ സമയം ഞാനൊരു ദിവസം രാത്രിയിൽ ഇങ്ങനെ ദിവ്യകാരത്തിന്റെ മുമ്പിൽ ഒന്ന് പ്രാർത്ഥിച്ച ഒറ്റ ചോദ്യം ചോദിച്ചു, കർത്താവേ, സഭ ഇപ്പോൾ എഴുതിയാ പോകുന്നത്? പെട്ടെന്ന് ആത്മാവിനോട് പറഞ്ഞേ, സഭ ഇപ്പം പോകുന്നത് വേറൊന്നുമല്ല, നീ വിഷമിക്കൊന്നും വേണ്ട. ഗത്സമൻ തോട്ടം മുതൽ ഗാഗുൽത്താ മല വരെയുള്ള വഴിയിലൂടെ നടന്നു പോകുന്ന ക്രിസ്തുവാണ് ഇപ്പോഴത്തെ സഭയെന്ന് നീ അറിയണം. ഇപ്പോഴത്തെ സഭ ഗത്സമൻ തോട്ടം മുതൽ ഗാഗുൽത്താ മല വരെ നടന്നു പോകുന്ന ക്രിസ്തുവാണ് ഇപ്പോഴത്തെ സഭ. ഇവിടെ എന്ത് ചെയ്യണം? സഭ എന്ത് ചെയ്യണം? ഞാൻ വീണ്ടും ചോദിച്ചു. അവൻ പറഞ്ഞ ഏശയ്യാ 53:7, കൊല്ലാൻ കൊണ്ടുപോകുമ്പോഴും രോമം കത്തിരിക്കപ്പെടുമ്പോഴും മൗനം അവലംബിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ
നിശബ്ദത പാലിച്ചു. സ്ഥിരമൂർത്തി പറഞ്ഞ ഹല്ലേലൂയ. ക്രിസ്ത്യാനി ആരെയും പേടിക്കൊന്നും വേണ്ട കേട്ടോ. 2000 വർഷമായ സഭ ഇതിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി അഹോരാത്രം ശ്രമിച്ച തലമുറ. ഞാൻ കഴിഞ്ഞ ഒരു അനുഭവം പങ്കുവയ്ക്കാം. റോമിൽ പോയപ്പോൾ ഉണ്ടായ അനുഭവം. കഴിഞ്ഞ വർഷത്തെ റോമിലെ കൺവെൻഷൻ എന്നെയും കൊണ്ട് നടത്തിച്ചു ഇവിടുത്തെ സ്റ്റീഫൻ പിതാവ്. അപ്പം ഞാൻ താമസിച്ചത് അവിടെ ഈ റോമൻ കൊളോസിയത്തിന് അടുത്തൊരു സ്ഥലത്താണ്. അപ്പോൾ എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ജനലിൽ കൂടെ കാണാം റോമൻ കൊളോസിയം വെച്ചാൽ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ്. സ്ഥലപ്പെടുത്തി പ്രത്യേക ഹല്ലേലൂയ. ഈ രാജാക്കന്മാരുടെ വിനോദ കേന്ദ്രമായിരുന്നു. ഈ മൃഗങ്ങൾക്ക് കൊണ്ട് ഈ മനുഷ്യനെ ഇട്ടുകൊടുക്കുന്ന സ്ഥലമാണ്. അപ്പം അതിൻ്റെ ഗ്യാലറികളിൽ ഇങ്ങനെ തിന്നും കുടിച്ചും വൃത്തികേടും കാണിച്ചുകൊണ്ട് രാജാക്കന്മാരിങ്ങനെ ആസ്വദിച്ചിരുന്ന ചരിത്രങ്ങൾ, അങ്ങനെ അതിൻ്റെ പല ചരിത്രങ്ങളുണ്ട്. അതിൽ ഒരു ചരിത്രം അങ്ങനെ ഒരിടത്ത് മാത്രമേ പലയിടങ്ങളുണ്ട്. അതിലൊരു ചെറിയ സംഭവം ശ്രമത്തിൽ ഹല്ലേലൂയ. ഒരുപാട് ആളുകളെ ക്രൈസ്തവരും മറ്റുള്ളൊരു മൃഗങ്ങൾക്ക് ഇട്ടുകൊടുത്തൊരു സ്ഥലമായി. അപ്പം ഞാൻ ചിന്തിച്ചു നോക്കിയ ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. സഭയുടെ കത്തോലിക്ക സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ കാണാവേ, ഈ റോമൻ സാമ്രാജ്യത്തില് സഭ വളരെ ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സഭയെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി തന്നെ വന്ന ചക്രവർത്തിമാരുണ്ട്. അവരിങ്ങനെ ക്രൈസ്തവരൊക്കെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി മൃഗങ്ങൾക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. മൃഗങ്ങൾ കടിച്ചു കീറി തിന്ന് തീർക്കാനായിട്ടൊക്കെ ശ്രമിച്ചു. അങ്ങനെ പല വിധത്തിൽ സഭയെ തകർക്കാൻ, അത് അകത്തുനിന്നും പുറത്തുനിന്നും ചതികൾ ഉണ്ടായിട്ടുണ്ട്. അകത്തുനിന്നും പുറത്തുനിന്നും ചതി, എല്ലാ വിധത്തിലും സഭ 4 വശത്തോടെയും പീഡനമേറ്റിട്ടുണ്ട്. ശ്രവണത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. സത്യം പറഞ്ഞ 2000 വർഷമായിട്ട് സഭയെ ആര് സപ്പോർട്ട് ചെയ്തെന്ന് വെച്ചാൽ സഭയെ ക്രിസ്തുമിശിഹാവല്ലാതെ വേറെ ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രൈസ് യേശു ക്രിസ്തു അല്ലാതെ വേറെ ആരും സഭയെ സപ്പോർട്ട്, ഒരു രാഷ്ട്രീയക്കാരോ ഒരു നേതാക്കന്മാർ ആരും സത്യത്തിൽ ചരിത്രം പഠിക്കുമ്പോൾ ഇതിന് സപ്പോർട്ട് കൊടുത്തിട്ടില്ല. കൂടെയുള്ളവൻ പോലും സപ്പോർട്ട് കൊടുത്തിട്ടില്ല. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ ഞാനന്ന് ഒരു കാര്യം കൊണ്ട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുക. അന്ന് ഞാൻ ഇവിടെ റോമിൽ പോയി ഇറങ്ങിപ്പോണ്ട ഒരു അനുഭവമാണ്. അന്ന് ഞാൻ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ ഈ എയർപോർട്ടിൽ വെച്ച് ഒന്ന് എമിഗ്രേഷൻ എന്ന് പറയാം, അതായത് നമ്മൾ പുറത്തോട്ട് പാസ്പോർട്ട് കാണിച്ച് പുറത്തിറങ്ങാനേ. അപ്പം അന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ 1.5 മണിക്കൂറിന് ക്യൂ നിൽക്കേണ്ട വന്നു. ഒരു 10,000 പേരെങ്കിലും ഉണ്ട്. ഇത് മുഴുവൻ വന്ന് എങ്ങോട്ടാണ്? മുഴുവൻ ഈ സെൻറ്റ് പീറ്റേഴ്സ് കാണാൻ വേണ്ടി, അവിടെ ഒന്ന് പ്രാർത്ഥന മേടിക്കാനും വേണ്ടിയും മാർപ്പാപ്പയെ കാണാൻ വേണ്ടി ലോകരാജ്യങ്ങളിൽ എത്തുന്ന ആളുകൾ ഇങ്ങനെ ഒഴുകി എത്തുന്ന സമയമാണ്. ശ്രമപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. അപ്പം ഇതെല്ലാം കണ്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അതിനുശേഷമാണ് ഈ സംഭവങ്ങളെല്ലാം കണ്ടു. അപ്പം എൻ്റെ മനസ്സിൽ ഒരു നിമിഷം ഒരു ചിന്തയെ, ഇപ്പം അവിടെ ചെല്ലുമ്പോൾ ഈ സെൻറ്റ് പീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ്. സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഞാൻ പറയും, ഈ ഭൂമി മുഴുവൻ വിറ്റാലും സെൻറ്റ് പീറ്റേഴ്സ് മേടിക്കാൻ പറ്റിയല്ല. പ്രൈസ് ശ്രമപ്പെടുത്തി ഹല്ലേലൂയ. അതാണ് അതിൻ്റെ തുക എത്ര വരും, അത് ഈ ഭൂമി മുഴുവനോടെ വിറ്റാലും സെൻറ്റ് പീറ്റേഴ്സ് മേടിക്കാൻ പറ്റില്ല. ശ്രമപ്പെടുത്തി ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഭൂമിയിലുള്ള മുഴുവൻ സ്വർണ്ണങ്ങളും ഡയമണ്ട്സുകളും എല്ലാം കൂടെ വിറ്റാലും സെൻറ്റ് പീറ്റേഴ്സ് മേടിക്കും. കാരണം അതൊരു സംഭവമാണ്, കർത്താവിൻ്റെ കൃപയുടെ സ്ഥലം. അത് ഈ അടുത്ത് കർത്താവ് എന്ന് പറഞ്ഞ പോരെ ഉച്ചത്തിൽ പറയും ഹല്ലേലൂയ. ഒരു കാര്യം ചേർത്ത് പറഞ്ഞു. ഞാനിങ്ങനെ അവിടുന്ന് ഒരു നിമിഷം ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പം അന്നാം എനിക്കൊരു പ്രേരണ തന്നെ. അതാണ് നിങ്ങൾ പറയാം. ദൈവമേ, ഞാൻ ചിന്തിച്ചേ, സഭയെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ശ്രമിച്ച ചക്രവർത്തിമാരെല്ലാം പോയി. സഭയെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ച അധികാരികൾ, രാഷ്ട്രീയ അധികാരി, ലോകത്തിലെ ഭയങ്കര മിടുക്കന്മാര്, പരാക്രമികളൊക്കെ വളരെ അവരൊന്നും അവരെല്ലാം പോയി. ഈ 2000 വർഷമായിട്ടുണ്ടല്ലോ, ആരെയാണോ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചത് അവൻ അതേപടി തല ഉയർത്തിപ്പിടിച്ച് അവിടെ നിൽക്കുന്ന കാണാം. ഏത് വംശത്തെയാണോ ഇല്ലാതാക്കാൻ തുടങ്ങിയത് ആ വംശം ഇങ്ങനെ നിന്നു ദൈവത്തെ സ്തുതിക്കുകയാണ്. പക്ഷെ ആരാണോ അവരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് അവരുടെ പേര് പോലുമില്ല, മൺമറഞ്ഞു പോയ ചരിത്രമാണ്. 2000 വർഷമായിട്ടും കർത്താവിൻ്റെ സഭ, ബലിപീഠം ഒരു പോറലും കോർക്കാതെ ആ സഭയുടെ നടുമുറ്റത്ത് തന്നെ അതുപോലെ നിൽപ്പുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തണം. അതുകൊണ്ട് എവിടെയെങ്കിലും 5, 8, 10, 50, 100 വൈദികർ നശിച്ചു പോയാലോ തകർന്നു പോയാലൊന്നും ഈ സഭയൊന്നും പോയില്ല. ആർക്കൊന്നും, ഞാൻ അണക്കരയിൽ ഏകദേശം 5500ഓളം വൈദികർ വന്ന് ധ്യാനം കൂടിയതാണ്. പ്രസലോഷ് ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയൊരു പ്രത്യാശ കിട്ടി. സിനോടത്തി പറഞ്ഞ ഹല്ലേലൂയ. എനിക്ക് കിട്ടിയപ്പോൾ ഞാനത് കണ്ടു. മൊത്തത്തിൽ ബഹുഭൂരിപക്ഷത്തിന് മുകളിൽ വൈദികര് വിശുദ്ധരായ വൈദികരായിരുന്നു. പ്രൈസ് ദി ലോർഡ്.
അവർക്ക് പേരോ പെരുമയോ ഫ്ലക്സേല് പേരോ നോട്ടീസ് ബോർഡോ അങ്ങനെയൊന്നും അവർക്കില്ല കേട്ടോ. ആരാലും വലിയ പ്രസംഗചാതുര്യോ വലിയ കഴിവുകളോ വലിയ പ്രാപ്തികളോ ആരും അറിയുന്ന പോലുമില്ല, പാവപ്പെട്ടവർ. പക്ഷെ വിശുദ്ധരായ വൈദികരി സഭയിലുണ്ട് കേട്ടോ. പ്രസലോഷം ഞാൻ നേരെ കണ്ടിട്ടുണ്ട്. പ്രസലോഷം നല്ല കൃപയുള്ള വൈദികര്. എനിക്കതുകൊണ്ട് ഒരു പ്രത്യാശയുണ്ട്, ഈ കത്തോലിക്ക സഭയെ ആര് നോക്കിയാലും നശിപ്പിക്കാനായിട്ട് സാധ്യമല്ലെന്ന് എനിക്ക് നല്ല ഉറപ്പ് കർത്താവിനുണ്ട്. രണ്ട് കരം എടുത്ത് പറയാം ഹല്ലേലൂയാ. ഒന്ന് കൈയടിച്ച് കർത്താവ് നന്ദി പറട്ടെ. പോരാ ഉച്ചത്തില്. അതുപോലെ ഒരുപാട് വിശുദ്ധരായ ചെറുപ്പക്കാർ സഭയിലുണ്ട്. എല്ലാ ചെറുപ്പക്കാരും മോശം നല്ല മിട്ടക്കാരുണ്ട്. എൻ്റെ കൂടെ ഒരുപാട് ശുശ്രൂഷകർ മുഴുവൻ തന്നെയും ചെറുപ്പക്കാരായ നല്ല ആൾക്കാരുണ്ട്. സർവ്വതയെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ നാളുകൾ പുതിയൊരു ശുശ്രൂഷ നമ്മൾ ആരംഭിച്ചു, മിഷണറീസ് ഓഫ് ഗ്രേസ് എന്നൊരു ശുശ്രൂഷ. അത് മുഴുവനും PG കഴിഞ്ഞിട്ടുള്ള PG, അത് എല്ലാം വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് അവർ ഒരു വർഷം വന്ന് എൻ്റെ കൂടെ വന്ന് താമസിക്കുക. പ്രസിലോട്ട് മുഴുവൻ PG കഴിഞ്ഞിട്ട് ജോലിക്ക് പോകാമെന്നാണ്. ജോലിക്ക് പോകാതെ 1 year കമ്മിറ്റ്മെൻറ്റ് എടുത്തുകൊണ്ട് തുടങ്ങിയത്. മൊത്തം അത് ഡിഗ്രി കഴിഞ്ഞല്ല, PG ഒക്കെ നല്ല മാർക്ക്, സോഫ്റ്റ്വെയർ എല്ലാം എഞ്ചിനീയറിങ് കഴിഞ്ഞവർ എല്ലാം ഹൈടെക് പിള്ളേർ. അവർ ഈ ദിവസങ്ങൾ അവർ മിഷൻ പ്രവർത്തനത്തിനായിട്ട് ലോകം മുഴുവനായിട്ട് പോയിക്കൊണ്ടിരിക്കുക. പ്രസിലോഷ് അവർ വന്നത് ഈശോ അറിയാം. അപ്പോൾ ഞാൻ കണ്ടു നല്ല വിശുദ്ധരായ ചെറുപ്പക്കാർ അവരെൻ്റെ കൂടെ നിന്ന് ഈശോയെ സ്തുതിക്കുന്നത് കണ്ടോ. സഭയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായ ചെറുപ്പക്കാരുണ്ട്. അതുകൊണ്ട് എൻ്റെ ചെറുപ്പക്കാരെ എവിടേക്കുന്ന യുവതി യുവാക്കളെ എവിടെയെങ്കിലും 10, 50, 100 ചെറുപ്പക്കാർ വഴിപിടച്ച് പോയെന്ന് വെച്ചുകൊണ്ട് എല്ലാ ചെറുപ്പക്കാരും വഴിപിടച്ച് പോയിട്ടില്ല. നമുക്കറിയാം, അണക്കരയിൽ ധ്യാനത്തിന് വരുന്ന ആ മക്കള് എല്ലാം താമസിച്ചുള്ള നാളെ തുടങ്ങും കേട്ടോ. അവിടെ അതിൽ ഞാൻ ഇവിടെയുണ്ട്. 650 പേരോളം വരും. അതിൽ 100 പേരോളം വൈദികർ സന്യസ്തരം തന്നെയായിരിക്കും. ശ്രമത്തിൽ പറഞ്ഞ ഹലോ വളരെ കൃപയുടെ മണിക്കൂറാണ്, വലിയ അഭിഷേകം. നമുക്ക് അണക്കരയിൽ നിങ്ങൾക്ക് എന്തോരു ഈശോയ്ക്ക് മാത്രം കൊടുക്കാൻ പറയുകയാണ്, അല്ല എനിക്കല്ല കേട്ടോ. ഓരോ ധ്യാനത്തിനും ഏറ്റവും കുറഞ്ഞത് ഈ 650 സീറ്റിന് വേണ്ടി ഒരു ഒരു ധ്യാനത്തിനുള്ള 650 സീറ്റിന് വേണ്ടി വിളിക്കുന്നത് ഞങ്ങൾക്കൊരു കമ്പ്യൂട്ടർ സിസ്റ്റമുണ്ട്, പുതിയൊരു സിസ്റ്റം. അത് ഞങ്ങൾക്ക് എല്ലാം കിട്ടും. ആരെവിടെ നിന്ന് വിളിച്ചാലും കമ്പ്യൂട്ടർ റെക്കോർഡിംഗ് ആണ്. ഏകദേശം 4.5 ലക്ഷം കോള് വരും. അതിൽ ഞങ്ങളത് നോക്കുമ്പോൾ ഏകദേശം 30,000-ഓളം പേര് ഈ 650 സീറ്റിന് വേണ്ടി അവിടേക്ക് വിളിക്കും. പ്രിസലോഷ് 30,000-ഓളം പേര് വിളിക്കും. അതിൽ ഏറ്റവും രസം ഞാൻ പറയാൻ പോകുന്ന മറ്റൊന്നുമല്ല, ഇതിലൊരു 200-ഓളം പേര് യുവാക്കളും യുവതികളും ആയിരിക്കും കർത്താവിൻ്റെ വചനം കേൾക്കാൻ വേണ്ടി വരുന്നത്. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ പറയും, ഇപ്പോൾ സഭയുടെ തളർച്ചയുടെ കാലമല്ല, ഇത് സഭയുടെ വളർച്ചയുടെ കാലമാണെന്നെല്ലാവരും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. അതുകൊണ്ട് ആരും എവിടെയെങ്കിലും എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു വിഷമങ്ങൾ തളർന്നു പോകേണ്ട കാര്യമൊന്നുമില്ല. നന്ന ധൈര്യത്തോടെ മുന്നോട്ട് പോകും. ഇത് കർത്താവ്, അത് കുറച്ച് വിശുദ്ധീകരണം കർത്താവിൻ്റെ കൃപയുടെ സമയമാണ്. പക്ഷെ അതുകൊണ്ടാണ് സഭയെ ഞാൻ പറയേ റോമിൽ ചെന്നപ്പോൾ എനിക്ക് കിട്ടിയ അനുഭവം, സഭയെ വേരോടെ പിഴുത് കളയാൻ ശ്രമിച്ച വലിയ ആളുകളെല്ലാം ചുവടേ പോയി. അവരൊന്നും കാണാനില്ല. ഒരു രാജാക്കന്മാര് ചക്രവർത്തികൾ അവരാരുടെ ഒരഡ്രസ്സും ഇല്ല. പക്ഷേ 2000 വർഷമായിട്ട് ഒരു വിശ്വാസം അവിടെ കറകൂടാതെ ശക്തിയോടെ നിലനിൽക്കുന്ന കാണാവേ. അത് വേറെ ആരുള്ള വിശ്വാസമല്ല, ഉദ്ധിതനായ നമ്മുടെ കർത്താവായ ഏകരക്ഷകനായ പാപപരിഹാര ബലിയായി തീർന്നവനായ നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം അതേപടി 2000 വർഷമായിട്ടും സഭയിൽ ജീവനോടെ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് ദൈവത്തെ 2 കരം എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. ചില ചെറുപ്പക്കാരും മുതിർന്നവരും ചിലപ്പോൾ കോളേജുകളും സ്കൂളുകളൊക്കെ സഭയ്ക്കെതിരെയും പരിശുദ്ധ കുർബാനയ്ക്കെതിരെയും ഈശോ മിശിഹായ്ക്കെതിരെയും ഒക്കെ പഠിപ്പിക്കുന്ന വലിയ മഹാന്മാരെ ഞാൻ കണ്ടു. അവർ മഹാന്മാരാണ്, പേടിക്കൊന്നും വേണ്ട, അവർ തീർന്നു പോകും. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. അവർ പൊട്ടത്തരം പഠിപ്പിക്കുന്നത് ഈശോ മിശിഹ ജീവിക്കുന്നു. അണക്കരയിൽ നമുക്ക് 2 വലിയ കൂട്ടായ്മ. ഒന്ന് നമുക്ക് ഡോക്ടേഴ്സിൻ്റെ, മെഡിക്കൽ ഡോക്ടേഴ്സിൻ്റെ ഒരു കൂട്ടായ്മ. അതുപോലെ നമുക്കുള്ളതാണ് സയൻറ്റിസ്റ്റ് കൂട്ടായ്മ. അതായത് BRC, അതായത് നമ്മുടെ ബോംബെ ആറ്റമിക് സെൻറ്ററുമായി ബന്ധപ്പെട്ട ഒരു വലിയ കൂട്ടായ്മയുണ്ട്. വർഷത്തിൽ ഒന്നൊക്കെ ഞങ്ങൾ കൂടാറുള്ളൂ. കാരണം അവർ സയൻറ്റിസ്റ്റുകളാണെന്നറിയാം. കഴിഞ്ഞ മീറ്റിങ്ങിൽ 130 സയൻറ്റിസ്റ്റുകൾ അവിടെ ഒരുമിച്ച് കൂടി കർത്താവിൻ്റെ വചനം കേൾക്കാനായിട്ട് അവിടെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു. 130ഓളം വേൾഡിലെ നമ്പർ 1 വരുന്ന വളരെ ആറ്റമിക് എനർജി മാത്രം വർക്ക് ചെയ്യുന്ന അവരെല്ലാം തന്നെ സ്തുതിക്കുന്ന കാണാം. നിങ്ങളൊന്നും അത്രയും സ്തുതിക്കാറില്ല. പ്രസിലോഷ് ഇതിനേക്കാളും നന്നായിട്ട് കർത്താവിനെ അവർ സ്തുതിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നേരെ കണ്ട കാര്യം. അസറോടത്തി പറഞ്ഞ ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. അതുകൊണ്ട് സയൻസ് വളർന്നുകൊണ്ട് ദൈവമില്ലാതായെന്ന് ആരെങ്കിലും നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവൻ വിഡ്ഢിയാണ്. സയൻസ് വളർന്നു ദൈവമില്ലെന്ന് പഠിപ്പിക്കുന്ന ചില പ്രൊഫസർമാരും അധ്യാപകരും ഉണ്ട്. മക്കളെ കേട്ടേക്കരുത് കേട്ടോ.
ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഈ സുവിശേഷം പ്രസംഗിക്കുന്നത് വെറുതെ അല്ല, കർത്താവ് നേരിട്ട് ജീവിക്കുന്ന എനിക്കറിയാം. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ, സ്തുതിക്കുന്നു. ഒന്ന് രണ്ട് സാക്ഷ്യങ്ങൾ പറയുക. ഈ നാൾ കൊണ്ടായി വലിയൊരു മിറക്കൾ പറയുക. ഞാൻ പലയിടങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞു, നിങ്ങളും കൂടെ അറിഞ്ഞോട്ടെ വെച്ചോണ്ട് ഒന്നും കൂടെ ആവർത്തിക്കുക. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ. ഒരു മനുഷ്യനെ, ആ മനുഷ്യൻ്റെ കരളിന് രോഗം വന്നു. കരളിന് രോഗം, ബിലിറൂബിൻ്റെ അളവ് 1.5 പാടുള്ളൂ. അത് കൂടിയിട്ട് കരളിൽ അത് 36 ആയി. 36 എത്തിയോടെ കരൾ ഡെഡായി. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കരൾ പോയി, കംപ്ലീറ്റ് പോയി, വേറെ കരളെടുത്ത് വെക്കണം, അന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, വേറെ ഒരാളുടെ കരളെടുത്ത് ഇത് മാറ്റിയിട്ട് വേറെ വെക്കണം. അപ്പം അങ്ങനെ അവർ തകർന്നിരിക്കും. അപ്പം 30 ലക്ഷം രൂപയോളമാണ് അതിൻ്റെ ചികിത്സയ്ക്ക് വരുന്നതെന്നാണ് ഡോക്ടർമാർ പറഞ്ഞു. എല്ലാ കാര്യങ്ങളും ഒരു ഓപ്പറേഷൻ്റെ കാര്യത്തിൽ വെച്ചു. അപ്പം അതിന് യോജിച്ചൊരു കരൾ കിട്ടണം. ആ കരൾ ഈ അപ്പൻ്റെ മകൻ്റെ കരളെടുക്കാൻ തീരുമാനിച്ചു. അത് അത് ചേരുന്നതെന്ന് കണ്ടു. അങ്ങനെ എല്ലാ ക്രമീകരണങ്ങളും നടത്തി പൈസയൊക്കെ അവർ റെഡിയാക്കി ഒരു ഓപ്പറേഷനായിട്ട് റെഡിയായിട്ട് നിൽക്കുക. അപ്പോൾ ഓപ്പറേഷന് തൊട്ട് മുമ്പ് ഈ മകൻ, അപ്പം അപ്പനെ കൊണ്ടുവരാൻ പറ്റില്ല, അപ്പനിങ്ങനെ വീട്ടിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പനെ ആശുപത്രി കൊണ്ടുപോയിട്ട് നേരെ ഓപ്പറേറ്റ് ചെയ്യണേ. അപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട് കിടക്കുക, ഒന്നും എടുത്തിട്ട് അനക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ ഈ മകൻ ഇവിടെ ആദ്യ ശനിയാഴ്ച പ്രാർത്ഥിക്കാമെന്നാണ് കരയി വന്നേ. നമ്മുടെ കർത്താവ് ജീവിക്കുന്ന ദൈവവാദങ്ങളെന്ന് അറിയാൻ വേണ്ടി പറയാം കേട്ടോ. അവിടെ വന്ന ശേഷം സംഭവിച്ചത്, ആദ്യ ശനിയാഴ്ച ശുശ്രൂഷ മുഴുവൻ പങ്കെടുത്തു. അവസാനം എൻ്റെ അടുത്ത് വന്നു. ആൾ പറയുന്ന, അച്ഛന് എൻ്റെ തലയൊക്കെ വെച്ചുകൊണ്ട് അച്ഛനോട് ചോദിച്ചു, ഞാനൊന്നും ഓർക്കുന്നു ഇത്രയും പേരെ ഇടയിലല്ലേ, ആൾ തല യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു, എന്നിൻ്റെ അപ്പനെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു. ശ്രോതത്തെ പറഞ്ഞേ ഹല്ലേലൂയ. സംഭവിച്ച തലയ്ക്ക് വെച്ച് യേശുവിൻ്റെ നാമത്തിൽ ദുഷ്ടപിശാചികൾ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. ഈ മകൻ്റെ തലയിൽ കൈവച്ച് ഇവിടെ അണക്കര വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്തൊരു അത്ഭുതം കേൾക്കണോ? ഈ സമയത്ത് എറണാകുളത്ത് വീട്ടിൽ കിടക്കുന്ന ഈ കരൾ പോയി കിടക്കുന്ന അപ്പൻ പെട്ടെന്ന് അവിടെ കിടന്ന് ഷിവർ ചെയ്ത് വിറയ്ക്കാൻ തുടങ്ങി, ഇളകാൻ തുടങ്ങി, കരണ്ട് ഇട്ടിട്ട്. ഇവിടുത്തെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അപ്പൻ ഈ മകൻ വീട്ടിൽ ചെന്നപ്പോൾ വീട്ടിൽ നടന്ന സംഭവങ്ങളെല്ലാം വീട്ടുകാർ വിവരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നാളെ ആശുപത്രി കൊണ്ടുപോയിട്ട് ഒന്നും കൂടെ ചെക്കപ്പ് ചെയ്യുമ്പോണ്ടേ 36 ബിലിറൂം എന്ന് പറഞ്ഞ് വെച്ചാൽ കരൾ ഡെഡായി പോയ കരൾ നോക്കുമ്പോണ്ടേ പഴയതുപോലെ തന്നെ 1.5 ആയിട്ട് മാറിയിട്ട് കരൾ പരിപൂർണമായിട്ട് സൗഖ്യപ്പെട്ടിരിക്കുന്നു. കംപ്ലീറ്റ് കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. പോരാ ഒറ്റ വിളി, ഈശോയേ ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഇന്നും ഉച്ചത്തിൽ പറഞ്ഞു, നമ്മുടെ കർത്താവ് ഇന്നും, നമ്മുടെ ഈശോ ഇന്നും, ഉച്ചിതനായ ഈശോ ഇന്നും. ഒന്ന് കൈയടിച്ച് കർത്താവ് പറഞ്ഞേ. പോരാ ഉച്ചത്തില് നന്നായിട്ട് കൈയടിച്ച് ഉച്ചത്തില് ഹല്ലേലൂയ. ഇത് വേറെ സംഭവം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആദ്യപോലെ വലിയ സംഭവമാണ്. ഒരു 4.5 വയസ്സ് പ്രായമുള്ളൊരു കുട്ടി, ഈ കൊച്ചിന് ഫിറ്റ്സ് രോഗം, എപ്പിലെപ്സി, അതിങ്ങനെ ബോധം കിട്ടുക ചെറുപ്പം തൊട്ട് തുടങ്ങിയതാണ്. 4 വയസ്സായിട്ട് കൂടി അങ്ങ് വളരെ വഷളായിപ്പോയി. മരുന്നും കൊടുത്തിട്ട് ഫലിച്ചില്ല. അപ്പോൾ അവരവിടെ നേരെ ഈ കൊച്ചിനെയും കൊണ്ട് ഇവർ ചികിത്സിക്കുന്നത് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ്, ലേക്ക് ഷോർ, പിന്നെ ഒരു അമൃത ഹോസ്പിറ്റൽ, 3 ഹോസ്പിറ്റലിൽ മാറി കൊച്ചിനെ ചികിത്സിച്ചിട്ട് ഈ കൊച്ചിൻ്റെ ഇത് കൂടിയിട്ട് ഇതിങ്ങനെ എപ്പോഴും ഇങ്ങനെ ബോധം കെട്ട് വീഴും, വായിക്കൂടെ ഒരേ പദം വരും, മുഖം തന്നെ ഇങ്ങനെ വികൃതമായിട്ട്. അപ്പോൾ ആ അവസരത്തിലാണ് എൻ്റെ അടുത്ത് കൊച്ചിനെ കൊണ്ടുവന്നത്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഈ വൈക്കത്ത് ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റൽ അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാൻ പറയും, അവിടെ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കാൻ പറയും. അപ്പം അങ്ങനെ ഇവരിവിടുന്ന് കൊച്ചിനെ കൊണ്ട് അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് 15 ദിവസം അവിടെ ഹോസ്പിറ്റലിൽ കിടത്തി ഇവർ ചികിത്സിച്ചു. ഒരു രക്ഷയില്ല, ഇത് വഷളായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആരോ പറഞ്ഞു, ഇവിടെ ചികിത്സിച്ചിട്ട് കാര്യമില്ല, നേരെ ഏറ്റവും നല്ല, അതായത് ബാംഗ്ലൂർ നിംഹാൻസ് എന്ന് പറയുന്ന ഹോസ്പിറ്റലുണ്ട്, അവിടെ കൊണ്ടുപോകണം പറയും. അപ്പം അങ്ങനെ കൊച്ചിനെ എടുത്തുകൊണ്ട് ഇവർ നിംഹാൻസ് ഹോസ്പിറ്റലിൽ ബാംഗ്ലൂർ കൊണ്ടുപോയി. അവിടെ നേരെ ഈ വൈക്കം ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റൽ നേരെ കൊണ്ടുവന്ന് അങ്ങോട്ടാണ്. അവിടെ കൊണ്ടുപോയിട്ട് അവിടെ ഉണ്ട് 20 ദിവസം കൊച്ചിനെ ചികിത്സിച്ചിട്ട് വഷളായി പോവാ. മിനിറ്റിൽ ഒരു പ്രാവശ്യം വെച്ചൊക്കെ, 5 മിനിറ്റിൽ ഒരു പ്രാവശ്യം വെച്ചും 2 പ്രാവശ്യമൊക്കെ വെച്ച് കൂരാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഇനി പൈസ കളഞ്ഞിട്ട് കാര്യമില്ല, കൊച്ചപ്പോൾ ഒരു കോമ സ്റ്റേജിലായി, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കൊച്ചിങ്ങനെ കണ്ണൊക്കെ മിടിച്ച് പ്രത്യേക രീതിയിൽ ഇതിനെ വാരി എടുത്തുകൊണ്ട് ഒരു ഡോക്ടർമാർ ഇവിടെ കിടത്തിയിട്ടൊരു കാര്യമില്ല, ഇതൊരു പ്രത്യേകതരം രോഗമാണ്, ഇതിനൊന്നും ചികിത്സിക്കാൻ ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് അവർ കൊടുത്തുവിട്ടു. സകർന്ന് തരിപ്പണമായി പോയി കുടുംബം. അപ്പം അങ്ങനെ ഇവർ വീട്ടിൽ കൊണ്ടുവന്ന് കൊച്ചിനെ കൊണ്ടുവന്ന് കട്ടിലേക്ക് എടുത്തിരിക്കാം, ഇറക്കി നടത്താൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അവിടെ അന്ന് അണക്കരയിൽ നമ്മളൊരു പെന്തക്കോസ്തായുടെ തിരുനാൾ നടത്തുക. നമ്മുടെ സഭയുടെ ഔദ്യോഗികമായ പെന്തക്കോസ്ത ഒരു ഞായറാഴ്ചയാണ് ജൂൺ മാസത്തിലുള്ള. അപ്പം അതിൻ്റെ തലേദിവസം ശനിയാഴ്ച അവിടെ ഒരു പ്രയർ നടത്തുക. ഒരു 10,000-2,000 പേരൊന്ന് പ്രാർത്ഥനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പം
അപ്പോഴേക്കും പ്രാർത്ഥനയിൽ ഈ മകള് അന്ന് ഈ കൊച്ചിൻ്റെ അപ്പൻ വീട്ടിൽ കൊച്ചിൻ്റെ കൂടെ ഇരുന്നു. എന്നിട്ട് ഈ കൊച്ചിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ വലിയ പ്രായമൊന്നുമില്ല, ഒരു 10-27 വയസ്സ് പ്രായം, അല്ലെങ്കിൽ ഒരു 30 വയസ്സ് പ്രായം, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അവളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവൾ സ്തുതിച്ച് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് അവസാനം എൻ്റെ എടുത്തിട്ട് ഇങ്ങനെ ഇത് പറയാൻ വേണ്ടി വരും. അപ്പോൾ എനിക്ക് സംഭവം അറിയാം. വരുമ്പോൾ അറിയാതെ ഞാനൊരു വാക്ക് പറച്ചു പോയി. ഞാനിങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞു, മോളെ നീ വിഷമിക്കേണ്ട കേട്ടോ, നിന്റെ കുഞ്ഞിനെ സുഖപ്പെടുത്താൻ ഈശോ നിന്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ടോ, നീ വേഗത്തിൽ വീട്ടിലോട്ട് പോകാൻ കേട്ടോ. അപ്പൊ അവൾ ഇന്ന് ഞാൻ ഉറക്കുന്നുണ്ട്, ഒരു 10 അടി അപ്പുറത്ത് ഞാൻ ഉറക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ അച്ഛാന്ന് പറഞ്ഞാൽ അവൾ അവിടുന്ന് സ്തുതി ഇങ്ങനെ ചൊല്ലിയിട്ട് അവൾ അവിടുന്ന് ഒറ്റ ഓട്ടം. വിശ്വാസമാണ്. അവൾ നേരെ ഓടി വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ മക്കളെ കാണുന്നത് ഈ കുഞ്ഞ് പരിപൂർണമായിട്ടും സൗഖ്യപ്പെട്ട് എഴുന്നേറ്റിരിക്കുന്ന സംഭവം. പരിപൂർണമായിട്ട് അവർ കൊച്ചിനെ എടുത്തുകൊണ്ട് ആശുപത്രിയിൽ ചെന്ന് ചെക്കപ്പ് ചെയ്യുമാണ്ടേ ഫിറ്റ്സും ഇല്ല, എപ്പിലെപ്സും ഇല്ല, ഇങ്ങനെ ഈ രോഗം ഈ കുഞ്ഞിൻ്റെ തലയിൽ ഇല്ല. ഇവിടെ നിൽക്കുന്ന ഡോക്ടേഴ്സൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഫിറ്റ്സ് രോഗത്തിന് മരുന്ന് അങ്ങനെ നിർത്തിയാൽ ഒരിക്കലും നമുക്കറിയാം, അത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആര് പറഞ്ഞാൽ നിർത്തില്ല, ഗ്രാജുവൽ സ്റ്റോപ്പ് അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ അന്നൊരൊറ്റ ദിവസം പിന്നെ ഒരിക്കൽ പോലും, ഇപ്പോൾ ഏകദേശം 4-5 വർഷം കഴിഞ്ഞ്, പിന്നെ ഇന്നേ വരെ ആ കുഞ്ഞ് ഒരിക്കൽ പോലും ഫിറ്റ്സിൻ്റെ മരുന്ന് കഴിച്ചിട്ടില്ല. ആ കുഞ്ഞ് പരിപൂർണമായിട്ടും കർത്താവ് സൗഖ്യപ്പെടുത്തി. സർവ്വ ഹല്ലേലൂയ. ആ ഞാനതിൻ്റെ നിങ്ങൾക്ക് കാണണം. നമുക്ക് ആ സംഭവം കണ്ടാൽ ഞാൻ വിശ്വസിക്കുന്നത് അതൊരു മരിച്ചു ഉയർത്തെഴുന്നേറ്റൊരു സംഭവം കുട്ടി. നമ്മുടെ കർത്താവ് ഇന്നും ഉത്ഥിതനായ ഈശോ ഇന്നും ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം, ഒന്ന് കൈയടിച്ചേ പോരാ, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണും.